തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും പോലീസ് സേനയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. അത് ജയിൽ DIGക്ക് എതിരെ തന്നെ ഉയരുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ വിജിലൻസിന് ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിൽ ഇനി അന്വേഷണം ഏതെങ്കിലും തരത്തിൽ മരവിപ്പിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനോ കഴിയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടി തന്നെയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന് അപ്പുറമുള്ള അന്വേഷണവും നടപടിയും ഒക്കെ സ്വാഭാവികമായും നടക്കേണ്ടതാണ്. വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് തുടരന്വേഷണവും ഒപ്പം തന്നെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും ഒക്കെ കടക്കും. FIR രജിസ്റ്റർ ചെയ്ത് എന്തായാലും ജയിൽ DIG ആയിരുന്ന വിനോദ് കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള അന്വേഷണം സ്വാഭാവികമായും എന്തായാലും നടക്കാനാണ് പോകുന്നത്. ഇപ്പോൾ നിലവിൽ എന്തായാലും പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ എന്നുള്ളതാണ്. അതിനുശേഷമുള്ള അന്വേഷണം ഏതൊക്കെ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഒരു മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥനാണ്. പല സ്ഥലങ്ങളിൽ ജയിൽ DIG ആയി ഒക്കെ പ്രവർത്തിച്ച, ജയിൽ വകുപ്പിന്റെ ചുമതലയൊക്കെ ആയി പ്രവർത്തിച്ച ആളാണ് വിനോദ് കുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ജയിലുകളിൽ ഇരുന്നപ്പോൾ ആർക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു സഹായം ചെയ്തു, തടവ് പുള്ളികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സഹായം വിനോദ് കുമാറിന് ലഭിച്ചു, അതിന്റെ ഭാഗമായി ഏതൊക്കെ തരത്തിൽ ഉള്ള സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ കണ്ടെത്തലുകളാണ് ഇനി വിജിലൻസ് നടത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സ്വാഭാവികമായും മുന്നോട്ട് പോകേണ്ടത്. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അമൃത, അതെ, ഒടുവിൽ DIG വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. വിജിലൻസിന്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ TP വധക്കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു, ഇതിന് കൈക്കൂലി കൈപ്പറ്റിയിരുന്നു എന്നൊക്കെ കൃത്യമായി കണ്ടെത്തിയതാണ് അന്വേഷണ സംഘം. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വൈകിയെങ്കിലും ഇങ്ങനെയൊരു നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നത്.